ശ്രീ എം കെ ഹരിദാസ്, ഇവിടെ ഇത് കേരള സ്റ്റേറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ NDPS ക്രൈം നമ്പർ 25/2024 എന്ന് പറഞ്ഞ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടാണ്. ഇതാർക്കും കിട്ടും, ഇതാർക്കും നമ്മുടെ എക്സൈസ് വകുപ്പിൽ പോയി എടുക്കാൻ കഴിയുന്ന റിപ്പോർട്ടാണ്. അതിൽ പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് നർക്കോട്ടിക് ഡ്രഗ്സ് ഓർ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് സീസ്ഡ് ആൻഡ് ഹൗ ഡിസ്പോസ്ഡ് ഓഫ് എന്ന കോളത്തിൽ ഗഞ്ച 3 ഗ്രാം, ഗഞ്ചാവ് കലർന്ന പുകയില മിശ്രിതം 500 മില്ലിഗ്രാം, 3 പള്ളഭാഗത്ത് ദ്വാരമുള്ള 200 ml പ്ലാസ്റ്റിക് കുപ്പിയും പച്ച പപ്പായത്തണ്ട് 4 ഇഞ്ച് നീളത്തിൽ ഒരു നമ്പർ. കഞ്ചാവ് വലിക്കുന്നതിന് ഈ പറയുന്ന എന്താണ്, പ്ലാസ്റ്റിക് കുപ്പിക്ക് താഴെ ദ്വാരമിട്ട് പപ്പായത്തണ്ടൊക്കെ എന്തിനാണെന്നുള്ളത് അവരോട് ചോദിക്കണം, നമുക്ക് അറിയില്ല. എന്നിട്ട് 2 നെയിം ആൻഡ് അഡ്രസ് ഓഫ് വിറ്റ്നസ്. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ തകഴി വില്ലേജിൽ വിരിപ്പാല മുറിയിൽ കൊല്ലശ്ശേരി വീട്ടിൽ വേണു മകൻ 38 വയസ്സ് അജിത്ത്. ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ തകഴി വില്ലേജിൽ വിരിപ്പാല മുറിയിൽ കിഴക്കേപ്പറമ്പ് വീട്ടിൽ വർഗീസ് മോൻ 62 വയസ്സുള്ള കുഞ്ഞുമോൻ എന്നുള്ളവർ ദൃക്സാക്ഷി അടക്കം ഈ MLA യുടെ മകൻ്റെ അടക്കം കാര്യം അതിൽ പറഞ്ഞിട്ട് ഈ പ്രതികൾ NDPS നിയമം ലംഘിച്ച കുറ്റത്തിന് ജയരാജ് ആർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറും സംഘവും ചേർന്ന് മേൽ 8-ാം കോളത്തിലെ തൊണ്ടി സഹിതം പിടിച്ച് കേസാക്കി. ഇത് FIR ആണ്. FIR എന്ന് പറഞ്ഞാൽ ഇത് അവരുടെ ഭാഷയിൽ ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ടാണ്. NDPS ക്രൈം നമ്പർ. അത് നമ്മൾ വാർത്ത കൊടുത്തു. നമ്മൾ മാത്രമല്ല, എല്ലാവരും വാർത്ത കൊടുക്കുകയാണ്. MLA വന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ മനീഷ് മഹിബാൽ നക്കാപ്പിച്ച 10 രൂപ വാങ്ങി എന്ന് കള്ളം പറയുകയാണ്. മനീഷ് മഹിബാലിൻ്റെ അമ്മയും സഹോദരിയും ഇറക്കി വിട്ടിട്ട് അവരെ പൊതുമണ്ഡലത്തിലേക്ക് വിട്ടിട്ട് അവരെപ്പറ്റി വാർത്ത ചെയ്യൂ എന്ന് വൃത്തികേട് പറയുകയാണ്. യു ഷൈജു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ വാർത്ത കൊടുത്തപ്പോൾ ഇയാൾക്ക് എന്നോട് മതപരമായ വെറുപ്പാണ് എന്ന് പറയുകയാണ്. പിന്നെ വായിൽ തോന്നിയ അസഭ്യവും വൃത്തികേടും മൊത്തം MLA പറയുകയാണ്. അതിന് പിന്നാലെ സൈബർ തമ്മാടി സംഘം ഇറങ്ങി എന്ന് പറഞ്ഞാൽ ശ്രീ എം കെ ഹരിദാസ് അങ്ങേയറ്റം അറപ്പുളവാക്കുന്ന വെറുപ്പുളവാക്കുന്ന വൃത്തികേടുകൾ നിരന്തരം ഈ സോഷ്യൽ മീഡിയയുടെ അധിക്ഷേപം ചൊരിയുകയാണ്. എന്ത് വൃത്തികേടും പറയാം, വീട്ടിലിരിക്കുന്നവരെയും അല്ലാത്തവരെയും ചേർത്ത് അവരുടെ വീട്ടിൽ പറയുന്ന ഭാഷയിൽ അങ്ങേയറ്റം തെറിപ്പൂരം. നല്ല പ്രവണതയാണോ ശ്രീ എം കെ ഹരിദാസ്? ഇതാദ്യമായി ഒറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ. ഇത് നല്ല പ്രവണതയല്ല. ഇത് വെച്ച് നമുക്ക് പറയില്ലേ, വളർത്തേണ്ട ഒരു പ്രവണതയല്ല. ഇത് നമ്മുടെ സമൂഹത്തിനും സമൂഹ മനസാക്ഷിക്കും കൂടുതൽ ദുരൂഹതകളും സംശയങ്ങളും ഉണ്ടാക്കുന്ന വിധത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതെന്ന് അവർ മനസ്സിലാക്കണം. അപ്പോൾ അവർ ലൈവ് വന്നത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ സജീവമല്ല ഹാഷ്മി, അതുകൊണ്ട് തന്നെ ഞാനത് പക്ഷേ അന്ന് അപ്രതീക്ഷിതമായിട്ട് വരെ ഈ ലൈവ് കാണാൻ എനിക്കിടയായി. ആ ലൈവിൽ അവർ പറയുന്നത് ഞാൻ ഈ ലഹരി മാഫിയക്കെതിരായിട്ട് ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചൊരു സ്ത്രീയാണ്. എൻ്റെ മകൻ ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? 24 പോലുള്ള മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചൊരു കഥയാണ് എന്ന് അവർ പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് 24 അടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് മീഡിയകളും ഇത്തരത്തിലൊരു വാർത്ത കൊടുക്കാനുണ്ടായ സാഹചര്യം എന്താണ്? താനൊരു ലഹരി വിരുദ്ധ പ്രവർത്തകയായിട്ട് പോലും തൻ്റെ മകൻ എങ്ങനെയാണ് ഒരു ലഹരിയോട് കൂടിയിട്ട് ലഹരി വസ്തുവിനോടുകൂടി പിടികൂടപ്പെട്ട ഗാങ്ങിൽ എത്തിപ്പെട്ടത് എന്ന് ചിന്തിക്കാൻ അവരുടെ അമ്മ എന്നുള്ള എല്ലാ വികാരത്തിനെയും മാനിച്ചുകൊണ്ട് പറയുകയാണ്. അവർ അമ്മ എന്നുള്ള നിലയ്ക്കായിരുന്നു അതിനെ കാണേണ്ടിയിരുന്നത്. ആരാണ് ഈ പയ്യനെ കൂട്ടിയിട്ട് അവരുടെ അടുത്തിരിക്കുന്നത് കണ്ടു. എനിക്ക് നല്ല വിഷമം തോന്നി. എനിക്ക് 2 ആൺമക്കളാണ്. അപ്പം അമ്മ എന്നുള്ള നിലയ്ക്കുള്ള അവരുടെ വികാരത്തെ മാനിക്കുമ്പോൾ തന്നെ ഇത് പുറത്തു കൊണ്ടുവന്ന ഇത് ഈ കൂടാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്ത് നിങ്ങൾ മാധ്യമങ്ങളല്ല. അത് അവിടേക്ക് വരുമ്പോൾ ഹാഷ്മി ഇത് ഒറ്റ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം നിങ്ങളുടെ റിപ്പോർട്ടർ തന്നെ പറഞ്ഞു, ഇത് BJP-ക്കാരും കോൺഗ്രസ്സുകാരും കൂടിയിട്ട് ആരോ ആണ് വിളിച്ചു പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരവിടെ സ്ഥിരമായിട്ട് ഈ കുട്ടികൾ അവിടെ ഈ ഇപ്പം പിടികൂടപ്പെട്ട സ്ഥലത്തോ അല്ലെങ്കിൽ അതിന് പരിസര പ്രദേശത്തോ സ്ഥിരമായി ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ഒറ്റ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രതിഭ പറയുന്നത് പോലെ മാധ്യമങ്ങൾക്ക് കെട്ടിച്ചമയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു കഥയല്ല ഇത് കുറച്ച് ദിവസങ്ങളോ കുറച്ച് കാലങ്ങളോ ആയിട്ട് ഈ കുട്ടി ഈ ഗാങ്ങിൽ പോയി ചാടിയിട്ട് കുട്ടി 9ാം സ്ഥാനത്താണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതെന്നാണ് ഞാൻ FIR കണ്ടപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. 9ാം സ്ഥാനത്ത് ഒരു പ്രതിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കേസിൽ പ്രതിഭയുടെ മകൻ ശിക്ഷിക്കപ്പെടുമെന്ന് നമ്മൾ കേരളീയർ ഇന്നത്തെ സാഹചര്യത്തിൽ ചിന്തിച്ച അത് മണ്ടത്തരമാണ്. ഈ FIR-ലൊക്കെ ഒതുങ്ങും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെതായ വഴിക്ക് പോകും. ഒരു ചെറുപ്പക്കാരനായ യുവാവാണ്, അവൻ ഒരുപാട് ഭാവിയുണ്ട്, അവൻ ജീവിക്കട്ടെ. ഈ പറഞ്ഞ കേസുകളൊക്കെ വേണമെങ്കിൽ അതിന്റെ വഴിയിൽ പോയി എന്ന് പറഞ്ഞാൽ അത് ഭീകര കേസല്ല. അപ്പോൾ ഇപ്പോൾ 1 കിലോ കഞ്ചാവ് അല്ലെങ്കിൽ 2 ജാമത്തിൽ പുറത്തേക്ക് പോകാം, അവൻ ജീവിക്കട്ടെ. അവൻ ഒരു ഭാവിക്കൊരു കോട്ടവുമില്ല ജീവിച്ചു. എം കെ ഹരിദാസ്, ഞാൻ പക്ഷേ ഈ പറയുന്ന എന്തിനാണ് ഈ പപ്പായത്തണ്ട് നമ്മൾ ഈ പറഞ്ഞ പപ്പായത്തണ്ടും ഈ പ്ലാസ്റ്റിക് കുപ്പിക്കടിയിൽ ദ്വാരമിട്ട ഈ പറയുന്ന സംഭവമൊക്കെ എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ അത് ദീർഘകാലത്തെ ഉപയോഗത്തിൽ കിട്ടുന്ന എക്സ്പെർട്ടൈസുകൾ ഉപയോഗിക്കുന്ന സംഭവമാണ്. ഈ പറഞ്ഞ മകൻ അത് ഉപയോഗിച്ചു എന്ന് ഞാൻ ആരോപിക്കുന്നുമില്ല. ശ്രീ എം കെ ഹരിദാസ്, ഒരു കാര്യം ഇവിടെ ഈ പ്രതിഭ റിപ്പോർട്ടറെ പ്രാവുന്നുണ്ട്. നിങ്ങളുടെ മകനും
എന്താണ് ഒരു സമയം ഇത്തരം സംഘങ്ങൾ പെട്ടുപോയേക്കാം. അത്രത്തോളം കിരാതമായ കാലമാണ് എന്ന് പറഞ്ഞാൽ ലഹരി മാഫിയ അങ്ങേയറ്റം കുഞ്ഞുങ്ങൾക്കിടയിലും സകലമാന മേഖലയിലും അഴിഞ്ഞാടുമ്പോൾ സർക്കാർ സംവിധാനങ്ങൾ വായും പൊളിച്ച് മേപ്പോട്ട് നോക്കി നിൽക്കുന്ന ഒരു ദയനീയ സാഹചര്യമുണ്ട്. ശരിയാണ്, ചിലപ്പോൾ പോയി പെട്ടേക്കാം. നമുക്ക് ആ വികാരം മനസ്സിലാകും ശ്രീ MK ഹരിദാസ്. ആ വികാരം 100% നമുക്ക് ആ വികാരം മനസ്സിലാവാതിരിക്കാനും മാത്രം ഇവരുടെ ഈ സൈബർ തമ്മാടിപ്പണ കണക്കെ പൈശാചിക ബുദ്ധിയൊന്നുമല്ല. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ സാധാരണ മനുഷ്യർ, നമുക്ക് ആ വേദന വിഷമമൊക്കെ നമുക്ക് മനസ്സിലാവും. ശ്രീ MK ഹരിദാസ് എന്ന് പറയുമ്പോൾ അതിനെ ഒരു വാർത്ത കൊടുക്കുന്ന റിപ്പോർട്ടറെ അങ്ങേയറ്റം തരം താഴ്ത്തുക, നക്കാപ്പിച്ച വാങ്ങി വാർത്ത ചെയ്തു എന്ന് പറയുക. ഇവിടെ ഈ സൈബർ തമ്മാടി സംഘം ശ്രീ MK ഹരിദാസ്, ഇവിടെ ഈ R ശ്രീധരൻ നായർ എന്ന് പറയുന്ന മനുഷ്യൻ ഞങ്ങൾക്ക് ഗുരുതുല്യനാണ്, ഉറപ്പായും അത് ഞങ്ങളുടെ വികാരമാണ്. ഇനി പുറത്ത് നിങ്ങളത് നോക്കണ്ട, അല്ലെങ്കിൽ ഈ പുറത്തു നിൽക്കുന്നവർ ആ ഗുരുതുല്യ വികാരം കാണണ്ട. ഇക്കാലം അത്രയും കേരളത്തിൻ്റെ മാധ്യമ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യനാണ്. ഒരുപാട് ചാനലുകളെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നയിച്ചൊരു മനുഷ്യനാണ്. ഒരു നിറഞ്ഞ കേരളത്തിലെ പ്രമുഖ മാധ്യമ സാന്നിധ്യമാണ്. എന്തൊക്കെ വൃത്തികേടാണെന്നറിയാവോ ഈ തമ്മാടിപ്പഴ എഴുതി വിടുന്നത്. അവരെ എന്താണ് CPM നേതൃത്വം അത് ചെയ്യരുത് എന്ന് കമാന്ന് രക്ഷ ഇതുവരെ മിണ്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? വീട്ടിലിരിക്കുന്നവരെ തെറി പറഞ്ഞാൽ, പച്ചത്തെറി എന്ന് പറഞ്ഞാൽ കായും ഈ പറയുന്ന പരമമായ തെറികൾ മൊത്തം ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ അങ്ങ് മിണ്ടാതിരിക്കും എന്ന് ഈ കൂട്ടർ കരുതണോ ശ്രീ MK ഹരിദാസ്? അതൊക്കെ അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. അതും CPM ഇപ്പം ഇവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഹാഷ്മിയുടെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരത്തിലേക്കാണ് വരുന്നത്. എന്തുകൊണ്ട് മറ്റ് പാർട്ടി പ്രവർത്തകരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ വേണ്ടപ്പെട്ടവരോ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിച്ച കേസിലോ സ്ത്രീ പീഡന കേസിലോ പോക്സോ കേസിലോ പെട്ടുകഴിഞ്ഞാൽ മാധ്യമങ്ങൾ തലനാരിഴ കീറിയിട്ട് ഇതിനെ പരിശോധിക്കാതെ ഈ CPMൻ്റെ നേതാക്കളുടെ മക്കളുടെ നേരെ മാത്രം കുതിര കയറുന്നു എന്നൊരു ചോദ്യമാണ് എനിക്ക് സമൂഹ മാധ്യമത്തിൽ കാണാൻ കഴിഞ്ഞത്. അതിനെന്ത് വേണമെന്നറിയുമോ? അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും ആ കമ്മ്യൂണിസം മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വേർതിരിച്ച് നിൽക്കുന്നതിൻ്റെ വ്യക്തിബോധം എന്താണെന്നും ഒരു സ്വയം വിശകലനത്തിനും തയ്യാറായാൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു MLAയുടെ മകൻ ഇത്തരത്തിൽ ലഹരി ഗാങ്ങിൽ ചെന്ന് ചാടി എന്നുള്ളത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുക തന്നെ വേണം. കാരണം ഇനിയൊരു MLAയുടെ മകൻ, ഇനിയൊരു അമ്മയുടെ മകൻ ഇത്തരത്തിലുള്ള ഒരു അബദ്ധം ചെയ്യുന്നതിന് അത് തടയിടാനാകുമെങ്കിൽ അത് ഈ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായ മാധ്യമങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം. അതിന് അവരുടെ അമ്മയ്ക്കും അപ്പനും വിളിക്കുക, അല്ലെങ്കിൽ അങ്ങേയറ്റം കേട്ടാലറയ്ക്കുന്നപ്പോൾ ആ സ്ത്രീ എന്ന് ലൈവിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യ മാംസം പച്ചയ്ക്ക് കൊത്തി തിന്നുന്ന എന്ന് പറഞ്ഞിട്ട് പകുതിക്ക് പറഞ്ഞിട്ട് ആ ലൈവിൽ നിർത്തണ കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകൾ നിങ്ങളും ഉപയോഗിക്കുമെന്ന് അണികളെ ഉദ്ഘോഷിച്ചുകൊണ്ട് ഇത്തരത്തിൽ പറയുന്നതല്ല അതിൻ്റെ മാന്യത. മകൻ എങ്ങനെയാണ് ഈ ഗ്യാങ്ങിൽ ചെന്ന് ചാടിയത് എന്നുള്ളത് ഓർക്കണം, അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കണം. ഇനിയും അത്തരത്തിൽ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ എന്ന നിലയ്ക്കും MLA എന്ന നിലയ്ക്കും അവർ ലഹരി വിരുദ്ധ പ്രവർത്തകയാണ് എന്ന നിലയ്ക്കും പ്രവർത്തിക്കണമെന്നാണ് പറയുന്നത്. അല്ലാണ്ട് മാധ്യമങ്ങളെ തെറി വിളിച്ചുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്തവരുടെ നമ്മൾ പറയില്ലേ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചുകൊണ്ട് അത് 10 രൂപ കൈക്കൂലി വാങ്ങിയിട്ടാണ് അത് ചെയ്തത് എന്ന് പറയുന്നത് അങ്ങേയറ്റം ബാലിശമായ കാര്യമാണ്. കിട്ടുന്നുണ്ടാവാം, നമുക്കറിയില്ലല്ലോ, നമ്മൾ അങ്ങനെ പറയുന്നില്ലേ. ഇപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാത്തൊരു റിപ്പോർട്ടർ ഈ നക്കാപ്പിച്ച വാങ്ങി ചെയ്താവാം എന്ന് അവർക്കൊരു തോന്നലുണ്ടാവുന്നത് എങ്ങനെയാണ്? അതൊരു ഉത്ഭവത്തിനുണ്ടാവുന്നില്ല. പോട്ടെ, അത് നമുക്കറിയാത്ത കാര്യം നമ്മൾ പറയുന്നില്ല.